അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 138. സുരേഷും മീനു ചായ കുടിച്ചു കഴിയുമ്പോഴേക്കും അഗ്നിയും ജ്വാലയും താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. ജ്വാലയുടെ മുഖം ആകെ ചുവന്നിട്ടുണ്ട്. ചുണ്ടുകൾ വല്ലാതെ വിറയ്ക്കുന്ന പോലെ. ഇനി ഇങ്ങനെ വിറപ്പിക്കല്ലേ കുഞ്ഞായി ചുണ്ട്. നേരത്തെ റൂമിൽ നിന്ന് തന്ന പോലെ ഇനി ഞാൻ പിടിച്ച് ഉമ്മ വെച്ച് കളയും. അഗ്നി അവളോട് ആർദ്രമായി പറഞ്ഞു. ജ്വാല അവനെ പതർച്ചയോടെ നോക്കി പെട്ടെന്ന് അവനെ തള്ളിമാറ്റി താഴേക്കുള്ള സ്റ്റെപ്പ് ഓടിയിറങ്ങി. നേരെ അപ്പുവിന്റെ മുന്നിലാണ് ചെന്നുപെട്ടത്. അവൻ അവളെയും അഗ്നിയെയും മാറി മാറി നോക്കി. എന്താടാ? അവന്റെ നോട്ടം കണ്ട് അഗ്നി ചോദിച്ചു. ഏയ്, എന്താണൊരു ഓട്ടോ ഒക്കെ? അല്ല, നിങ്ങൾ രണ്ടാളും ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ താഴെ ഉണ്ടായിരുന്നതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ മുകളിലേക്ക് പോയേ? അപ്പു രണ്ടാളെ നോക്കി പുരികമുയർത്തി. അത് വെറുതെ, ജ്വാല പതർച്ചയോടെ പറഞ്ഞു. അത് കള്ളം. പിന്നെ എന്താടി നിന്റെ മുഖമൊക്കെ ചോന്നിരിക്കുന്നെ? സത്യം പറഞ്ഞോ, രണ്ടും കൂടി ഉമ്മിക്കാൻ പോയതല്ലേ? അപ്പു ഞാൻ കണ്ടുപിടിച്ചല്ലോ എന്ന പോലെ വലിയ കാര്യമായിട്ട് പറഞ്ഞു. ആണെങ്കി ഇപ്പൊ എന്ത് വേണം? അഗ്നി പെട്ടെന്ന് ജ്വാലയെ തന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആണെങ്കി മോശം, അല്ലാതെന്താ? അയ്യേ, നിങ്ങൾക്ക് ഏതു നേരം ഇത് തന്നെയാണോ പണി? അപ്പു രണ്ടിനെയും കളിയാക്കി. ഒന്ന് പോയടേക്കാ, ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഉമ്മ വയ്ക്കേ കെട്ടിപ്പിടിക്കേ എന്താന്ന് വെച്ചാ ചെയ്യും. അതിന് നിനക്കെന്താടാ? അതും പറഞ്ഞ് അഗ്നി ജ്വാലയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ജ്വാലയ്ക്ക് ചിരി വന്നുപോയി. ദേവേട്ടാ, അവള് ചിടുങ്ങി. അല്ല പിന്നെ, നോക്കുന്ന നോക്ക് കള്ള അപ്പു. വേണ്ട നീ, ആ പൊന്നൂന് ഇഷ്ടമല്ലാന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞു നടന്നിട്ട് തരം കിട്ടിയപ്പോൾ അവളെ പിടിച്ച് ഉമ്മ വെച്ച വൃത്തികെട്ടവൻ. എന്നിട്ട് അവൻ ഞങ്ങളെ കളിയാക്കാൻ വന്നേക്കുന്നു. ഇതെന്റെ ഭാര്യയാ, മനസ്സിലായോടാ? അഗ്നി അവനെ കൂർപ്പിച്ചു നോക്കി. അപ്പുവിന്റെ മുഖമാണെങ്കിൽ ഇഞ്ചി കടിച്ചതുപോലെ ആയിട്ടുണ്ട്. ആകെ വിളറി നിൽക്കുന്നുണ്ട് അവൻ. അവന്റെ നിൽപ്പ് കണ്ട് അഗ്നിക്കും ജ്വാലയ്ക്കും ചിരി വന്നു പോയി. ഞാൻ വെറുതെ, അപ്പു വിളിച്ചു. അതങ്ങനെ ആണല്ലോ, അല്ലെങ്കിലും നിനക്ക് കിട്ടാനുള്ളത് നീ ചോദിച്ചു വാങ്ങിച്ചോളും. അവനെ കളിയാക്കി അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി അവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോയി. ജ്വാല അപ്പുവിനെ നോക്കി ചിരിച്ചു കൊടുത്തു. എന്തിനാ അരവേട്ട വെറുതെ വടിയോടുത്ത് അടി വാങ്ങിയേ? അവള് കുറുമ്പോടെ ചോദിച്ചു. വേണ്ടായിരുന്നു അല്ലേടി ഏട്ടത്തി. എന്തോ എനിക്ക് നിങ്ങളെ ഇങ്ങനെ കളിയാക്കിയില്ലെങ്കിൽ ഒരു സുഖമില്ല. പക്ഷെ കുറച്ചു കാലമായിട്ട് ഒന്നും പഴയ പോലെ അങ്ങോട്ട് ഏക്കൊന്നുമില്ല. അപ്പു നെടുവീർപ്പിട്ടു. അതിനിടയിൽ അരവേട്ടൻ പൊന്നൂനോട് അങ്ങനെയൊക്കെ കാണിച്ചോണ്ടല്ലേ? അല്ലാച്ചാ ഇങ്ങനെ ദേവേട്ടൻ ഇപ്പൊ പറയായിരുന്നോ? ജ്വാല കുസൃതി ചിരി ചിരിച്ചു. എടി ഏട്ടത്തി, പറ്റിപ്പോയി. നീയും കൂടി എന്നെ അതിന് കളിയാക്കാതെടി പ്ലീസ്. അപ്പു കെഞ്ചി. ജ്വാല ചിരിയോടെ അവന്റെ താടിയെ പിടിച്ചു. ഏട്ടത്തി മോനെ കളിയാക്കില്ല കേട്ടോ. പക്ഷെ ഏട്ടത്തിക്ക് അറിയാ, ഇപ്പൊ മോൻ പൊന്നൂനെ ഫേസ് ചെയ്യാനുള്ള ചമ്മലുകൊണ്ടാ ഓഫീസിൽ പോകുന്നേന്ന്. സാരമില്ല, ഏട്ടത്തി ആരോടും പറയില്ല. അവൾ അവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചോണ്ട് പറഞ്ഞു. അവളുടെ വലിയ ആളുകളെ പോലുള്ള സംസാരം കേട്ട് അപ്പു അവളെ കലിപ്പിച്ച് നോക്കുന്നുണ്ട്. എന്തു പറ്റി അരവേട്ട? അവള് കുറുമ്പോടെ ചോദിച്ചു. വിടടി. അവൻ അവന്റെ താടിയിൽ നിന്നും അവളുടെ കൈ തട്ടി മാറ്റി. പൊട്ടിവന്ന ചിരിയൊതുക്കിക്കൊണ്ട് അവൾ അവനെ നോക്കി പുരികമുയർത്തി. നീ കുറെ നേരമായല്ലോ എന്നിട്ട് കളിയാക്കുന്നു. ഞാൻ അവളെ പിടിച്ച് ഉമ്മ വെച്ചു, തെറ്റ് തന്നെയാ. പക്ഷെ ആ പന്നി എന്താ പറഞ്ഞെന്ന് നിനക്കറിയോ? അവൾക്ക് ആ കിസ് ഇഷ്ടായിന്ന്. എന്നെ കളിയാക്കുന്നുണ്ടെങ്കിൽ അവളെയും കളിയാക്ക്. അവൾക്കാ ശരിക്കുള്ള ഭ്രാന്ത്. അപ്പു മുഖം വിറിപ്പിച്ചു. ഇത്തവണ ജ്വാല ശരിക്കും ചിരിച്ചുപോയി. പൊന്നു അങ്ങനെ പറഞ്ഞോ? അവള് ചിരിയോടെ ചോദിച്ചു. ആടിയേട്ടത്തി, ആ നാഗവല്ലി എന്താ അങ്ങനെ? അതിന് നാണവുമില്ലേ? അവൻ ചോദിച്ചുപോയി. ജ്വാല ചിരിയോടെ അവന്റെ കയ്യെ പിടിച്ചു. അപ്പു അവളുടെ മുഖത്തേക്ക് നോക്കി. അവള് പാവ ആരവേട്ട, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കുറുമ്പിയാന്ന്. ആരവേട്ടൻ അവളെ അന്ന് അങ്ങനെ ചെയ്തത് ഇഷ്ടം കൊണ്ടാണോ? ജ്വാല ആകാംക്ഷയോടെ ചോദിച്ചു. ആ ചോദ്യത്തിൽ അപ്പു പതറിപ്പോയി. അവള് തന്നിട്ട് കളിയാക്കിയ ദേഷ്യത്തിനാ അവളെ പിടിച്ച് ഉമ്മ വെച്ചെന്ന് എങ്ങനെ ഇവളോട് പറയും? അപ്പു ആലോചിച്ചു. എന്താ ആലോചിക്കണേ? ജ്വാല ചോദിച്ചു. ഏയ് ഒന്നുമില്ലടി. ഞാൻ വെറുതെ, എനിക്ക് അങ്ങനെ ആ സാധനത്തിനോട് ഇഷ്ടമൊന്നുമില്ല. പിന്നെ അന്ന് അവളെന്നെ ദേഷ്യം പിടിപ്പിച്ചോണ്ടാ. അപ്പു ഗൗരവത്തോടെ പറഞ്ഞു. എന്താ ഇവിടെ ചർച്ച? അപ്പോഴേക്കും അങ്ങോട്ട് മോഹനും ചിത്തു മീനു സുരേഷും അഗ്നിയും വന്നു. സുരേഷാണ് അത് ചോദിച്ചത്. ജ്വാല അയാളെ നോക്കി ചിരിച്ചതേയുള്ളൂ. ഏയ്, ആരവേട്ടൻ ഓഫീസിൽ പോകാൻ തുടങ്ങാന്ന് പറയായിരുന്നു. ജ്വാല പറഞ്ഞു. അമ്പടി ഏട്ടത്തി, എന്റെ കൂടെ കൂടി കള്ളം പറയാനൊക്കെ പഠിച്ചൂലേ നീ. വെൽ ഡൺ മൈ ഗേൾ. അപ്പു ജ്വാലയുടെ ഷോൾഡറിലൊന്ന് തട്ടി പതിയെ പറഞ്ഞു. അല്ല, ഞാൻ സത്യം പറയാ. എന്താ വേണോ? ജ്വാല പുരികമുയർത്തി. വേണ്ട. അവൻ പെട്ടെന്ന് ചുമലനക്കി. ജ്വാല പുച്ഛിച്ചു. അഗ്നി രണ്ടിനെ മാറി മാറി നോക്കുന്നുണ്ട്. അത് കണ്ട് ജ്വാല അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അപ്പെന്നാ ഞാൻ ഇറങ്ങാളിയാ. ചേച്ചി, കണ്ണ, അപ്പു, മോളെ ജ്വാല, അങ്കിള് പോവാട്ടോ. അയാൾ എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ട് അവസാനമായി ജ്വാലയോടും പറഞ്ഞു. അച്ചമ്മയോടും ആന്റിയോടെല്ലാം അന്വേഷണം പറയണേ. ജ്വാല പറഞ്ഞു. ഓ, പറഞ്ഞേക്കാടാ. അപ്പൊ എന്നാ ശരി. മീനുട്ടി, വികൃതി ഒന്നും കാണിക്കരുത് കേട്ടോ മോളെ. അയാൾ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു. ഇല്ലച്ചാ, കാണിക്കില്ല.
അവൾ അയാളുടെ കവിളിലും ചുംബിച്ചു. ഏയ് ഇല്ലില്ല, ഈ രണ്ടെണ്ണവും കൂടി ഇനി ഈ വീട് തിരിച്ചു വെക്കാതിരുന്ന ഭാഗ്യം എന്ന് പറയാ അങ്കിൾ. അപ്പു ജ്വാലയും മീനുവിനെ നോക്കി സുരേഷിനോട് പറഞ്ഞു. സുരേഷ് ചിരിയോടെ അവരെ നോക്കിയതേയുള്ളൂ. അപ്പോ അളിയ ചേച്ചി നേരത്തെ അങ്ങോട്ട് എത്തണം കേട്ടോ. കണ്ണാ മോളെയും കൂട്ടി വരണം. അപ്പു നീയും, അയാൾ ഒരിക്കൽ കൂടി പറഞ്ഞു. ഏറ്റു. അപ്പു അയാൾക്ക് നേരെ തംസപ്പ് കാണിച്ചു. അയാൾ കാറിന്റെ പുറകിൽ നിന്നും മീനുവിന്റെ ബാഗ് എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് വെച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് സുരേഷ് അവിടെ നിന്നും തിരികെ പോയി. മീനുവും ജ്വാലയും സിറ്റ് ഔട്ടിലിരുന്ന് വിശേഷങ്ങൾ പറയുകയാണ്. ഡെയിലി ഫോൺ വിളിച്ച് രണ്ടുപേരും തമ്മിൽ സംസാരം ഉണ്ടെങ്കിലും വീണ്ടും എന്തൊക്കെയോ പറയാൻ ബാക്കിയുള്ളതുപോലെ. അഗ്നിയും മോഹനും ചിത്തുവും കുറച്ചുനേരം അവരുടെ സംസാരം കേട്ടിരുന്നെങ്കിലും അഗ്നിക്ക് അപ്പോഴേക്കും തലേന്ന് കൊണ്ടുവന്ന ഒരു ഫയൽ ചെക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അവൻ സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്ന് അത് നോക്കുകയാണ്. എങ്കിലും കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ജ്വാലയിലേക്ക് നീളുന്നുണ്ട്. അവളും മീനുവിനോട് സംസാരിക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്നുണ്ട്. നേരം 3 മണി കഴിഞ്ഞിരിക്കുന്നു. ചിത്രയും മോഹനും കൂടി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞ് കിച്ചണിലേക്ക് പോയതാണ്. ജ്വാലയും മീനുവും പിറകെ പോവാനൊരുങ്ങിയെങ്കിലും ചിത്തു രണ്ടിനെയും ഓടിച്ചു വിട്ടു. അതുകൊണ്ട് തന്നെ രണ്ടാളും ഇപ്പോഴും സംസാരമാണ്. വീട്ടിലെ കാര്യവും കോളേജിലെ കാര്യവും കഴിഞ്ഞ് അങ്ങനെ നീണ്ടുപോകുന്നു അവരുടെ സംസാരം. അല്പനേരം കഴിഞ്ഞതും ഒരു ടാക്സി കൗസ്തുഭത്തിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. അഗ്നിയുടെയും ജ്വാലയുടെയും മീനുവിന്റെ നോട്ടം അങ്ങോട്ടേക്ക് പോയി. പൊന്നുവാന്ന് തോന്നണു. ജ്വാല സന്തോഷത്തോടെ ടാക്സിയിലേക്ക് തന്നെ ഉറ്റുനോക്കി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പൊന്നു സൗബിയും ടാക്സിയിൽ നിന്നും ഇറങ്ങി. രണ്ടുപേരും ടാക്സിയിൽ നിന്നും അവരുടെ ബാഗ് എടുത്ത് പുറത്തേക്ക് വെച്ചു. പൊന്നു അവളുടെ കയ്യിലുള്ള പണമെടുത്ത് ഡ്രൈവർക്ക് നേരെ നീട്ടി. പൊന്നു പൈസ ഞാൻ കൊടുത്തോളാം, ഇങ്ങോട്ട് കയറിയ രണ്ടാളും. അഗ്നി പൊന്നുവിനോടും സൗബിയോടായിട്ട് പറഞ്ഞു. ഏയ് എന്റെ കയ്യിൽ ഉണ്ട് അഗ്നിയേട്ടാ, ഞാൻ കൊടുത്തോളാം. അതും പറഞ്ഞ് പൊന്നു ടാക്സി ഡ്രൈവർക്ക് പണം കൊടുത്തു. സൗബി അവളുടെ ബാഗ് എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറി ജ്വാലയെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ മീനുവിനെ മാത്രം അവൾ സംശയത്തോടെ നോക്കി. ജ്വാലയുടെ വിവാഹത്തിന് ഇങ്ങനൊരു മുഖം കണ്ടിട്ടുള്ളതായി സൗബി ഓർത്തു. മീനു അവളെ നോക്കി പുഞ്ചിരിച്ചതും അവളും മീനുവിനെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ടാക്സി തിരികെ പോയതും പൊന്നു വേഗം ജ്വാലയുടെ അടുത്തേക്ക് വന്നു. അവൾ പൊന്നുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു. എന്താ ലേറ്റായേ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, ജ്വാല സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അകത്തുനിന്ന് മോഹനും ചിത്തുവും കൂടി പുറത്തേക്ക് വന്നിരുന്നു. പൊന്നു അഗ്നിയെ പോയി കെട്ടിപ്പിടിച്ചു. അഗ്നി അവളുടെ നെറ്റിയിലായി ചുംബിച്ചു. പൈസ കുത്തിപ്പിടിച്ച് വാങ്ങിച്ചിട്ടാ ഞാൻ വന്നേ അഗ്നിയേട്ടാ, അപ്പോ ഞാനതൊന്ന് ചെലവാക്കിക്കോട്ടെ മനുഷ്യ, അവള് കുറുമ്പോടെ പറഞ്ഞു. പോടി കുറുമ്പി. അവൻ അവളുടെ കവിളിൽ ചിരിയോടെ തട്ടി. പൊന്നു ചിത്ത് വിളിച്ചു. എന്തോ? അവൾ ഓടിപ്പോയി ചിത്തുവിനെയും പുണർന്നു. യാത്രയൊക്കെ സുഖായിരുന്നോ മോളെ? അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവര് ചോദിച്ചു. അതെ അമ്മേ, അമ്മ ഒന്നുകൂടി തടിച്ചോ, കവിളൊക്കെ ഉരുണ്ട് ഒന്നുകൂടി ക്യൂട്ടായിട്ടുണ്ടല്ലോ. അവൾ അവരുടെ കവിളിൽ പിടിച്ചു വലിച്ചു. ആ വിടു പെണ്ണെ. അവര് കളിയോടെ അവളുടെ കൈയിൽ തല്ലി. അവൾ ഇളിച്ചുകൊണ്ട് മോഹന്റെ അടുത്തേക്ക് പോയി. അയാളും അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. എല്ലാവരുടെയും പൊന്നുവിനോടുള്ള പെരുമാറ്റം കണ്ട് സൗബിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എങ്കിലും ആ ദേഷ്യം പുറത്ത് കാണിക്കാതിരിക്കാൻ അവൾക്ക് നന്നായി ശ്രമിക്കേണ്ടി വന്നു. ചിത്ര സൗബിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കവിളി തഴുകി. അകത്തേക്ക് വാ മോളെ, അവര് പുഞ്ചിരിയോടെ പറഞ്ഞതും സൗബിയുടെ മുഖം തെളിഞ്ഞു. അവള് സന്തോഷത്തോടെ തലയാട്ടി. ഇതാരാ? മീനുവിനെ നോക്കി അവള് ചോദിച്ചു. അതെന്റെ അനിയത്തിയുടെ മോളാ മീനാക്ഷി. മോഹൻ അവളെ സൗബിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. സൗബി മീനുവിനെ തുറച്ചു നോക്കി. സുന്ദരിയാ, അനിയത്തിയുടെ മകളെന്ന് പറയുമ്പോ മുറപ്പെണ്ണ് കൂടിയല്ലേ? ഈശ്വര, അപ്പോ അരവേട്ടന്റെ മുറപ്പെണ്ണാണോ ഇവള്? സൗബിക്ക് ടെൻഷനായി. എന്താ സൗപർണിക എന്നെ ഇങ്ങനെ നോക്കുന്നേ? സൗബിയുടെ തുറച്ചുള്ള നോട്ടം കണ്ട് മീനാക്ഷി ഗൗരവത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല മീനാക്ഷി, ഞാൻ വെറുതെ, അവള് പറഞ്ഞു. മീനു ഒന്ന് മൂളിയതേയുള്ളൂ. അമ്മേ, കുട്ടികൾക്ക് റൂം കാണിച്ചു കൊടുക്കൂ, അഗ്നി ചിത്തുവിനോട് പറഞ്ഞു. ആ അത് ശരിയാണല്ലോ, വാ മക്കളെ. അതും പറഞ്ഞ് ചിത്തു അകത്തേക്ക് കയറിപ്പോയി. പിറകെ തന്നെ സൗബിയും. പൊന്നു മീനുവിന് നേരെ ഷെയ്ക്ക് ഹാൻഡിനായി കൈനീട്ടി. ചൈതന്യ, പൊന്നു പറഞ്ഞു. മീനു ചിരിയോടെ അവളുടെ കയ്യിലേക്ക് കൈ ചേർത്തു. അറിയാ, ഏട്ടത്തി എപ്പോഴും പറയാറുണ്ട് നിന്നെക്കുറിച്ച്, അവള് പുഞ്ചിരിയോടെ പറഞ്ഞതും പൊന്നും ചിരിച്ചു. വാ അകത്തേക്ക്. അതും പറഞ്ഞ് മീനു പൊന്നുവിന്റെ കൈ പിടിച്ചു. വാ ജ്വാല. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ പൊന്നു ജ്വാലയെ വിളിച്ചു. ദേ വരണു, നീ പൊക്കോ, അവള് പറഞ്ഞു. പൊന്നു തലയാട്ടിക്കൊണ്ട് മീനുവിനൊപ്പം അകത്തേക്ക് പോയി. അവർക്ക് പിറകെ തന്നെ മോഹനും. ഇപ്പോൾ സിറ്റ് ഔട്ടിൽ അഗ്നിയും ജ്വാലയും മാത്രമേ ഉള്ളൂ. ജ്വാല അഗ്നിയെ കൂർപ്പിച്ചു നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ട് അവൻ കുറുമ്പോടെ ചോദിച്ചു. അവൾ അവന്റെ മുന്നിൽ വന്ന് നിന്ന് ഇടുപ്പിൽ കൈകുത്തി വെച്ച് അവനെ കൂർപ്പിച്ചു നോക്കി. എന്താ കുഞ്ഞ, എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ അടുത്തേക്ക് വലിച്ചു ചേർത്തു. ദേവേട്ടനല്ലേ എന്നോട് കുറച്ചു ദിവസം മുന്നേ പറഞ്ഞ് സുരഭിജി വരുന്നുണ്ടെന്ന്, എന്നിട്ട് എവിടെ? അവള് പുരികമുയർത്തി. അഗ്നി അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ഒതുങ്ങു ദേവേട്ട, ഒരു കാര്യം ചോദിക്കുമ്പോഴേ ഉമ്മ. അവള് ചുണ്ടു കൂർപ്പിച്ചു. അവൻ ആ ചുണ്ടിലും പെട്ടെന്നൊരു ഉമ്മ വെച്ചു. ജ്വാല വിറയലോടെ അവനെ നോക്കി. അത് മനസ്സിലായ പോലെ അഗ്നി കണ്ണു ചിമ്മി.
സുരഭിയെ ഇങ്ങോട്ട് വരാൻ ക്ഷണിച്ചിട്ടില്ല ഊഞ്ഞ. ആണോ? അപ്പൊ ചേച്ചി വരില്ല അല്ലേ? അവള് സമാധാനത്തോടെ ചോദിച്ചു. ഇപ്പൊ വരില്ല, കുറച്ചു ദിവസം നിങ്ങൾ 3 പേരും ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ അടിച്ചു പൊളിക്ക്. അതിനിടയില് അവളും വരും, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. എന്താ ദേവേട്ടന്റെ മനസ്സില്? അവൾ അവന്റെ കണ്ണിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, എന്റെ കുഞ്ഞകത്തേക്ക് ചെല്ല്, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. ജ്വാല പുഞ്ചിരിയോടെ മൂളിക്കൊണ്ട് അവനെ അകന്നു മാറാൻ ശ്രമിച്ചു. അഗ്നി വീണ്ടും അവളെ തന്നിലേക്ക് തന്നെ അമർത്തി. ദേവേട്ടാ വിടന്നേ, അവള് ചിണുങ്ങി. അവളുമാരൊക്കെ വന്നു എന്ന് കരുതി ഫുൾ ടൈം അവരോടൊപ്പം നടക്കരുത് കേട്ടോ, ഇടയ്ക്കൊക്കെ എന്നെയും നോക്കണം, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അവന്റെ കവിള് വീർത്തു. ജ്വാല കണ്ണു വിടർത്തി അവനെ നോക്കി. ഞാൻ മൈൻഡ് ചെയ്യൂല, കള്ളച്ചിരിയോടെ അവള് പറഞ്ഞു. വേണ്ട, പക്ഷെ എന്നെ മൈൻഡ് ചെയ്യാതിരുന്ന അവളുമാർ അടുത്തുണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല. അവരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് തോന്നണതെല്ലാം ഞാൻ ചെയ്യും. അവന്റെ സ്വരം ആർദ്രമായി. കൈകൾ അവളുടെ നെഞ്ചിലേക്ക് നീങ്ങി. ജ്വാല പിടഞ്ഞുകൊണ്ട് പെട്ടെന്ന് കൈപിടിച്ചു വെച്ചു. ദേവേട്ടാ വേണ്ട, അവള് പതറി. ഒരു ഉമ്മതാ, അവൻ പെട്ടെന്ന് പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്തൊരു ഉമ്മപ്രാന്ത ദേവേട്ടേത്? അവള് ചോദിച്ചു. ആ, ഞാനായതുകൊണ്ട് ഉമ്മയെ ചോദിച്ചുള്ളൂ, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഒരു ഉമ്മയിൽ ഒതുക്കില്ലായിരുന്നു. അവൻ അവളുടെ മാറിടത്തിലേക്ക് നോക്കി. ജ്വാല പിടച്ചിലോടെ അവന്റെ മുഖം പിടിച്ചുയർത്തി പെട്ടെന്ന് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അഗ്നിയുടെ ചുണ്ടിലൊരു ചിരിമിന്നി. അവൻ അവളെ പ്രണയത്തോടെ നോക്കി. ഇനി പൊക്കോ. അവൻ അവളിലുള്ള പിടി വിട്ടു. ജ്വാല മൂളി. അവളുടെ കണ്ണുകൾ അപ്പോഴും അവനിൽ തന്നെയായിരുന്നു. എന്തേ? അത് കണ്ട് അവൻ ചോദിച്ചു. അടുത്ത നിമിഷം അവളുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ടിലായി അമർന്നു. പെട്ടെന്നുള്ള ആ നീക്കത്തിൽ അഗ്നി ഞെട്ടിപ്പോയി. അടുത്ത സെക്കൻഡിൽ അവളെ ചുറ്റിപ്പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുന്നേ അവനെ തള്ളിമാറ്റി അവൾ അകത്തേക്ക് ഓടിയിരുന്നു. എന്റെ കയ്യിൽ കിട്ടൂട്ടോ നിന്നെ, അവൻ ചുണ്ടു തുടച്ച് കുറുമ്പോടെ വിളിച്ചു പറഞ്ഞു. ഓ, അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അഗ്നിയും ഒരു ചിരിയോടെ ചെയറിലേക്കിരുന്നു. എന്നാൽ ജ്വാല അകത്തേക്ക് വരുന്നതിന് തൊട്ടുമുന്നേ പോലും അവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്ന സൗബിയുടെ മുഖം അഗ്നിയുടെ ജ്വാലയുടെ പരസ്പര സ്നേഹം കണ്ട് ചുവന്നു പോയി. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ രണ്ടിനെയും തെറ്റിക്കണം, അങ്ങനെ ഇപ്പൊ അവള് സന്തോഷമായിട്ട് ജീവിക്കണ്ട. പകയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മറഞ്ഞു നിന്നു. തുടരും.